ദീപകം ഹൃദയോദ്ദീപകം ജീവദായകം. സ്നേഹം നിറഞ്ഞവരെ, ഗുഡ്നസ് ടി വിയുടെ ഈ ഡിവൈൻ വോയിസ് എന്നുള്ള വചന പ്രഘോഷണ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സന്തോഷത്തോടുകൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്നു കൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ വിചിന്തനത്തിനായിട്ട് എടുക്കുക യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യമാണ്. ദീദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ഒരു പശ്ചാത്തലം നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. യേശുവിനെ വധിക്കുവാനായിട്ട് യഹൂദര് ഒരു സാഹചര്യം അന്വേഷിച്ചിരിക്കുന്ന സമയം, ഏത് സമയത്തും യേശു പിടിക്കപ്പെടാം എന്നുറപ്പുള്ളപ്പോൾ യേശുവും ശിഷ്യന്മാരും ഒളിവിൽ പോയി താമസിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം യേശുവിന് നിർബന്ധമുണ്ടായിരുന്നു പെസഹായ്ക്ക് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷമേ മരിക്കാവൂ. അതുകൊണ്ട് തന്നെ യഹൂദരുടെ കണ്ണിൽ നിന്ന് മാറി ശിഷ്യന്മാരോടൊത്ത് വസിക്കുന്ന യേശുവിനെയാണ് ഇവിടെ നമ്മൾ കാണുക. ഈ സമയത്താണ് ഒരു സന്ദേശം യേശുവിന് ലഭിക്കുക. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ലാസർ മരണപ്പെട്ടു. സഹോദരിമാര് യേശുവിന് സന്ദേശം അയച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നമുക്ക് യൂദായിലേക്ക് പോകാം. ഇവിടെ എല്ലാ ശിഷ്യന്മാരും ഒന്നടങ്കം അവനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ എടുക്കുന്ന തീരുമാനം അത് ശരിയാണോ? കാരണം യഹൂദർ നമ്മളെ കൊല്ലുവാനായിട്ട് കാത്തിരിക്കുകയാണ്, അവർ കല്ലെറിയുവാനായിട്ട് കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് നമ്മുടെ കഴുത്ത് കൊണ്ടുപോയി മരണത്തിന് വെച്ച് കൊടുക്കുന്നത് പോലെയല്ലേ? അത് വേണോ എന്നുള്ളതാണ് ചിന്ത. എല്ലാവരും നിന്നെ വധിക്കുവാൻ കാത്തിരിക്കുകയല്ലേ? ഇതാണ് ശിഷ്യന്മാർ ചോദിക്കുക. ഇവിടെയാണ് യേശു വീണ്ടും പറയുകയാണ്, എനിക്ക് ലാസറിൻ്റെ അടുത്ത് പോകണം. ഒരു അസ്വസ്ഥമായ സാഹചര്യമാണ്. ശിഷ്യന്മാർ വേണ്ടാന്ന് പറയുന്നു, യേശുവിന് പോകാൻ ആഗ്രഹം. അസ്വസ്ഥമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അന്ന് വരെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമൊന്നും വഹിക്കുന്ന ആളല്ല തോമസ്. ആദ്യമായിട്ടാണ് തോമസ് വാതുറക്കുന്നത് നമ്മളിവിടെ കാണുക. തോമസ് ആ സാഹചര്യത്തിൽ പറയുകയാണ്, മറ്റ് ശിഷ്യന്മാരോട് പറയുകയാണ്, മരിക്കാനെങ്കിലും മരിക്കാൻ നമുക്കും ഗുരുവിൻ്റെ കൂടെ പോകാം. പ്രിയപ്പെട്ടവരെ, ആ വചനം പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായ ആ ഒരു വ്യത്യാസമാണ് നമ്മൾ കാണേണ്ടത്. പോകേണ്ട, അങ്ങോട്ട് പോയാൽ അപകടമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗുരുവിനെ തിരിക്കുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യ സമൂഹത്തിലെ 12 പേരിൽ 11 പേരും അവിടെ നിൽക്കുമ്പോൾ ഈ തോമസിൻ്റെ ഒരു വചനം, മരിക്കണമെങ്കിലും മരിക്കട്ടെ, നമുക്കും ഗുരുവിൻ്റെ കൂടെ ആയിരിക്കാം. ഈ ഒരു വചനം അവിടുത്തെ സാഹചര്യം മൊത്തം അങ്ങ് മാറ്റുകയാണ്. ശിഷ്യന്മാർക്ക് ഒരു പുതിയ ഉണർവ് ലഭിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് യേശുവിൻ്റെ കൂടെ യാത്ര തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു അഭിഷേകമാണ്. ഒരു അസ്വസ്ഥമായ സാഹചര്യത്തിൽ ഒരു പുതുജീവൻ കൊടുക്കുവാനായിട്ട് അത് ദൈവത്തിൻ്റെ കൃപയുള്ളവർക്കേ സാധിക്കുള്ളൂ. അത് നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, നമ്മൾ ജോലി ചെയ്യുന്നിടത്തായിക്കോട്ടെ, നമ്മുടെ ഇടവകയിലായിക്കോട്ടെ, നമ്മുടെ സഭയിലായിക്കോട്ടെ, അസ്വസ്ഥമായ ഒരു സമയത്ത് ഒരു പുതുജീവൻ കൊടുക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകം ആവശ്യമാണ്. ഇനി ഇതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 21-ാം അധ്യായത്തിലേക്ക് പോകണം. ഈശോയുടെ മരണത്തിലൂടെ ശിഷ്യ സമൂഹം മുഴുവനും ചിതറിക്കപ്പെട്ടു. യേശു പിടിക്കപ്പെട്ടപ്പോൾ
യേശുവിന് കുരിശുമരണം വിധിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അവരുടെ ജീവനും കൊണ്ട് അവരുടെ വഴിക്ക് പോകുന്നതാണ് നമ്മൾ കാണുക. ഉത്ഥാനം ചെയ്ത യേശു നോക്കുമ്പോൾ ദുഃഖവെള്ളിയാഴ്ച കൂടെ ഉണ്ടായിരുന്നവരൊന്നും അവിടെ ഇല്ല. എല്ലാവരും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. യേശുവിൻ്റെ സഹനവും മരണവും സത്യത്തിൽ ശിഷ്യ സമൂഹത്തെ യേശു തെരഞ്ഞെടുത്ത് വളർത്തിക്കൊണ്ട് 3 വർഷമായിട്ട് വളർത്തിക്കൊണ്ട് വന്ന സമൂഹത്തെ ചിതറിച്ചു കളഞ്ഞു. യേശുവിൻ്റെ പീഡാസഹനം, യേശുവിൻ്റെ മരണം. പ്രതീക്ഷയറ്റവർ അവരുടേതായ വഴിയിലൂടെ നീങ്ങുന്നത് നമ്മൾ സുവിശേഷത്തിൽ കാണുകയാണ്. എന്നാൽ ഉത്ഥാനം ചെയ്ത ഈശോ അവരെ അനാഥരായിട്ട് വിടുവാനോ അവരെ ചിതറിപ്പോകാൻ അനുവദിക്കുകയല്ല ചെയ്യുക. മറിച്ച് ഓരോരുത്തരുടെയും കൂടെ നടന്ന് അവരുടെ അടുത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് വീണ്ടും അവരെ ഒരുമിച്ച് കൂട്ടുന്ന യേശുവിനെ നമ്മൾ കാണുക. അങ്ങനെ 40 ദിവസം എടുത്തിട്ട് ഈ ശിഷ്യ സമൂഹത്തേക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുവാനായിട്ട് തീരുമാനിച്ച് അതിന് ഒരുമിച്ച് കൊണ്ടുവന്നൊരു സാഹചര്യമാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ കാണുക. യേശു 1-2 പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു, അവർക്ക് പ്രതീക്ഷകൾ പകർന്നു. ഈ സമയത്താണ് ഒരു പ്രഭാതത്തിൽ പത്രോസ് ലീഹ പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ അർത്ഥമുണ്ട് ആ ഒറ്റ വാചകത്തിന്. ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ഒരാളുടെ തീരുമാനമാണ്, അയാൾ മീൻ പിടിക്കാൻ പോവുകയാണ്. പക്ഷെ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഈ ശിഷ്യന്മാരെയാണ് യേശു പിടിച്ചുകൊണ്ട് വന്നത്. നിങ്ങളിനി മീൻ പിടിക്കാനുള്ളവരല്ല, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ദൈവവിളി കൊടുത്തത്. നമ്മൾ ഈ ഒരു 2 വചനം ഒന്നെടുക്കാം. മീൻ പിടിക്കുന്നവർ, മനുഷ്യരെ പിടിക്കുന്നവർ. നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മീൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ജീവനോടെ വെള്ളത്തിൽ ഇങ്ങനെ പാഞ്ഞു നടക്കുന്ന മീനുകളെ ഒരു വലയിൽ കുടുക്കി പിടിച്ചെടുക്കുന്നു. അതോടുകൂടെ ജീവനുള്ള മീനുകളുടെ ജീവൻ നഷ്ടപ്പെടുകയാണ്. അപ്പൊ ജീവൻ എടുക്കുന്ന ഒരു ജോലിയിൽ നിന്ന് ഇവരെ നയിക്കുന്നത് എങ്ങോട്ടാ? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. മനുഷ്യരെ പിടിക്കുക എന്ന് പറഞ്ഞത് അത് അവിടുത്തെ ഒരു കോഡ് ഭാഷയാണ്. അത് രാജാക്കന്മാർ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ, നാട്ടുരാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഒത്തിരിയേറെ മനുഷ്യർ ആ യുദ്ധത്തിൽ പിടഞ്ഞു വീണ് മരിക്കും. അങ്ങനെ മരിച്ച ആ ഭടന്മാരുടെ ഇടയിൽ ചില മനുഷ്യര് അവർ മരണപ്പെട്ടിട്ടില്ല, പക്ഷെ അവർ മാരകമായ മുറിവുകളേറ്റ് ജീവന് വേണ്ടി കരയുന്നവരാണ്. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, ഈ യുദ്ധമുണ്ടായി കഴിയുമ്പോൾ ആ രാത്രിയിൽ ഈ രാജാവ് ഏതാനും സൈനികരുമായിട്ട് ഈ യുദ്ധക്കളത്തിലേക്ക് പോയിട്ട് തനിക്ക് വേണ്ടി പോരാടിയവര്, മരണത്തോട് മല്ലടിക്കുന്നവര്, അവരെ ആരും കാണാതെ രക്ഷപ്പെടുത്തുന്ന ഒരു വലിയ കർമ്മമുണ്ട്. ഇതിനെ പറഞ്ഞിരുന്നത് മനുഷ്യരെ പിടിക്കുക എന്നാണ്. അതത്ര എളുപ്പമുള്ള പരിപാടിയില്ല, അത് വളരെ റിസ്ക്കുള്ള ഒരു ജോലിയാണ്. ആ സമയത്ത് രാജാവും തൻ്റെ കൂട്ടുകാരും ചെന്നിട്ട് ആ മുറിവേറ്റ വ്യക്തികളെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ ഒരുപക്ഷെ രാജാവ് തന്നെ മരണപ്പെട്ടേക്കാം. പക്ഷേ അങ്ങനെ ഒരു ശീലം അവരുടെ ആ ഒരു പശ്ചാത്തലത്തിലുണ്ടായിരുന്നു. ഇവിടെയാണ് യേശു പറയുകയാണ്, നിങ്ങൾ മീൻ പിടിക്കുന്ന നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറയുമ്പോൾ ആ ദൗത്യം വളരെ ശക്തമാണ്. മനുഷ്യരെ പിടിക്കുന്നവരാകാം, മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നവർ, ആത്മാവ് നഷ്ടപ്പെട്ടവർ, പാപത്തിൽ വീണുപോയ മനുഷ്യരെ പെറുക്കിയെടുക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ മീൻ പിടിച്ച് ഈ കടലിലൂടെ നടക്കേണ്ടവരല്ല. നിങ്ങൾ ആത്മാക്കളെ നേടുവാനുള്ള മനുഷ്യരാണ്. നിങ്ങൾ ഈ ലോകത്തിൽ യുദ്ധം ചെയ്ത് തളർന്നു പോയവരെ, തിന്മയോട് യുദ്ധം ചെയ്ത് മരണപ്പെടാനായിട്ട് നോക്കിയിരിക്കുന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വിളിക്കപ്പെട്ടവർ. അത്ര ഉന്നതമായ ഒരു ദൗത്യമാണ് അവരെ ഏൽപ്പിച്ചത്. മീൻ പിടിക്കുന്നതിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റാം. അങ്ങനെ വിളിസീകരിച്ചവരായ ശിഷ്യന്മാർ. അതിലെ നേതാവാണ് ഈ പത്രോസ്. പത്രോസിന്റെ കണ്ണിൽ നോക്കിയിട്ടാണ് പത്രോസിനോട് യേശു പറഞ്ഞത്, മാംസരക്തങ്ങളല്ല, നിന്നിൽ വസിക്കുന്ന ആത്മാവാണ് നിന്നെ കൊണ്ട് ഇത് പറയിക്കുന്നത്. നിന്നെ ഞാൻ സഭയുടെ ആ പാറയാക്കും എന്നൊക്കെ പറഞ്ഞത് ശരിയാ. പക്ഷേ
ഒരു ദുർബല നിമിഷത്തിൽ ഈ പത്രോസ് പറയുകയാണ്, ഞാൻ വീണ്ടും പഴയ പണിയിലേക്ക് പോവുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വലിയ ഒരു പതനമായത്. നമ്മുടെയൊക്കെ ദൗത്യം മറന്നുപോയതുകൊണ്ട് പലപ്പോഴും നമ്മൾ പഴയ ജീവിത രീതിയിലേക്ക്, പഴയ സാഹചര്യങ്ങളിലേക്ക് വഴുതി വീഴുവാനായിട്ടൊരു സാഹചര്യമുണ്ടെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുക. ഇവിടെ പത്രോസ് ഒരു തീരുമാനമെടുത്തു, ഓക്കെ. പക്ഷെ അതല്ല അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, കൂടെയുള്ള സകല ശിഷ്യന്മാരും പറയുകയാണ്, ഞങ്ങളും നിന്റെ കൂടെ മീൻ പിടിക്കാൻ പോരാ. ഒരു വ്യക്തിയുടെ തീരുമാനം ഒരു സമൂഹത്തിൻ്റെ തന്നെ തീരുമാനമായിട്ട് അവരെല്ലാവരും കൂടി തൻ്റെ വിളി മറന്നുകൊണ്ട് പഴയ പണിയിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് യേശു വീണ്ടും പോയി കടൽക്കരയിൽ നിന്നുകൊണ്ട്, മക്കളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട്, ഇല്ല എന്നവർ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ വലതുവശത്ത് വീശ്. അങ്ങനെ അവർ വീണ്ടും അവരെ അത്ഭുതങ്ങൾ കാണുവാൻ അവരുടെ കണ്ണുകൾ തുറപ്പിച്ച് അവരെ കരയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി പ്രാതലൊരുക്കി അപ്പവും ആ മീനും മുറിച്ചു കൊടുത്ത് വീണ്ടും അവർക്ക് വേണ്ടി കുർബാനയായി മാറി വീണ്ടും അവരെ വിളിയിലേക്ക് ഉയർത്തുന്ന ഒരു രംഗമാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കാണുക. ഞാനിത് പറഞ്ഞത് രണ്ട് സാഹചര്യങ്ങൾ. ആദ്യത്തെ സാഹചര്യം ഒരു അസ്വസ്ഥമായ ഒരു അവസ്ഥ. ഇവിടെ ഈ തോമാസ് ലീഗയുടെ ഒറ്റ വാക്ക്, മരിക്കാനെങ്കിലും മരിക്കാൻ, നമുക്കും പോകാം ഗുരുവിൻ്റെ കൂടെ. ആ ഒരൊറ്റ വചനം ചിതറിപ്പോകാനായിട്ട് അല്ലെങ്കിൽ അസ്വസ്ഥപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ മുഴുവനും പുതുജീവൻ നൽകുകയാണ്. എന്നാൽ പത്രോസ് എടുത്തൊരു തീരുമാനമോ, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണെന്ന് സ്വന്തമായിട്ടെടുത്തൊരു തീരുമാനം, അത് മറ്റുള്ളവരെയും കൂടി വിളി ഉപേക്ഷിച്ച് പഴയ ജീവിതത്തിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ഇവിടെയാണ് തോമാസ് ലീഹായുടെ മഹത്വം ഞാൻ പറയുക. ഇവിടെയാണ് തോമാസ് ലീഹായിൽ നിന്ന് പഠിക്കേണ്ട ഒരു സത്യം ഞാൻ പറയുക. നമ്മളൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പ്രോത്സാഹിപ്പിച്ച്, മറ്റുള്ളവരെ കൂടി ഒന്ന് ശക്തിപ്പെടുത്തി സമൂഹത്തെ ശക്തിപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. അതോടൊപ്പം തന്നെ പത്രോസ് ലീഹ നമ്മെ പഠിപ്പിക്കുന്ന വലിയ സത്യമുണ്ട്. നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ വ്യക്തിപരമാകാം. അതൊരു പക്ഷേ നമ്മളെ വ്യക്തികളെ മാത്രമായിരിക്കില്ല സ്വാധീനിക്കുക, അതൊരു പക്ഷേ മറ്റു പലരെ കൂടി തിന്മയിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴും നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വാക്കിൽ, പ്രവൃത്തിയിലൊക്കെ നമ്മളൊരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറേണ്ടതുണ്ട്. ഇതാ ഗുഡ്നസ് ടി വി അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഗുഡ്നസ് ടി വി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആപ്പിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. കേട്ട് പരിചയമുള്ള ഒരു സെൻ കഥയുണ്ട്. ഒരു വയോധിക നിരന്തരം ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും പരാതിയും വിലാപമാണ്. അവരുടെ പരാതിക്ക് കാരണം ഇതാണ്, അവർക്ക് 2 പെൺമക്കളാണ്. ഒരു മകള്, അവളുടെ ജീവിത മാർഗം എന്ന് പറഞ്ഞാൽ അത് പൂന്തോട്ടമാണ്. പൂവിങ്ങനെ വെച്ച് പിടിപ്പിച്ച് പൂ വിറ്റ് കാശുണ്ടാക്കി ജീവിക്കുന്ന ഒരു ജീവിതമാർഗമാണ് ഒരു മകളുടേത്. രണ്ടാമത്തെ മകളില് അവൾ പപ്പടം ഉണ്ടാക്കി വിൽക്കുന്ന ഒരു മകളാണ്. അപ്പൊ ഈ വയോധിക, മഴക്കാലത്ത് മുഴുവൻ ഈ വയോധികയുടെ വേദന ഇതാണ്, എങ്ങനെ എൻ്റെ പപ്പടമുണ്ടാക്കി ജീവിക്കുന്ന മകൾ എങ്ങനെ ജീവിക്കും? അതിനെക്കുറിച്ച് ഇങ്ങനെ വിലാപപ്പെട്ട് നടക്കുകയാണ്. എങ്ങനെ എൻ്റെ ഇളയ മകൾ ജീവിക്കും? ഈ പപ്പടം ഉണ്ടാക്കി ജീവിക്കുന്ന മകൾക്ക് എങ്ങനെ ഈ മഴക്കാലത്ത് ജീവിക്കാൻ പറ്റും? ആകെ അസ്വസ്ഥമാണ്. അതിങ്ങനെ വിലപിച്ച് നടക്കുകയാണ്. ഇനി വേനൽക്കാലം വന്ന സമയമാണ്. ആ സമയം വരുമ്പോൾ ഈ അമ്മച്ചിയുടെ വിലാപം ഇതാണ്,
ദൈവമേ, എൻ്റെ മൂത്ത മകള് ഈ പൂ നട്ട് പിടിപ്പിച്ച്, ആ ചെടി നട്ട് പിടിപ്പിച്ച് പൂ വിറ്റ് ജീവിക്കുന്നതാണല്ലോ. ഈ കഠിന വേനലിൻ്റെ സമയത്ത് എങ്ങനെ അവൾക്ക് കൃഷി ചെയ്യാൻ സാധിക്കും? എങ്ങനെ അവൾ ജീവിക്കും? ജീവിതം മുഴുവൻ ഇങ്ങനെ വിലപിച്ച് തീർക്കുകയായും ഈ അമ്മ. അവസാനം ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ വിലാപം പറയും, എനിക്ക് ഒരു സമാധാനവുമില്ല, ഇങ്ങനെ വിലപിച്ച് കഴിയുക ഞാൻ. എല്ലാ കഥയും കേട്ട് കഴിഞ്ഞപ്പോൾ ഗുരു അവളോട് പറഞ്ഞു, മോളെ, നീ നിൻ്റെ ആ മനോഭാവം ഒന്ന് മാറ്റിയാൽ മതി. നീ ഇപ്പോൾ വിലപിക്കുന്നത്, വേനൽക്കാലത്ത് നീ വിലപിക്കുന്നത് അത് നിൻ്റെ പൂ വിറ്റ് ജീവിക്കുന്ന മകളെ ഓർത്താണ്. ഈ വേനലിന് എങ്ങനെ അവൾക്ക് ചെടി ഉണ്ടാവും എന്നുള്ളതാണ്. നീ ആ ചിന്താഗതി അങ്ങ് മാറ്റിയിട്ട് ആ സമയത്ത് നീ പപ്പടം ഉണ്ടാക്കുന്ന മകളെക്കുറിച്ച് ചിന്തിക്കുക. ഇത് അവൾക്ക് നല്ല സമയമാണല്ലോ, ഇഷ്ടം മാതിരി പപ്പടം ഉണ്ടാക്കി ഉണക്കി വിൽക്കാൻ സാധിക്കുമല്ലോ. നീ ആനന്ദിച്ച് ദൈവത്തിന് മഹത്വപ്പെടുത്ത്. എന്നിട്ട് മഴക്കാലം വരുമ്പോൾ നീ പപ്പടക്കാരി സ്ത്രീയെക്കുറിച്ച് അപ്പം ചിന്തിക്കരുത്. നീ ചിന്തിക്കണം, നിന്റെ മൂത്ത മകള്, അവൾ കൃഷി ചെയ്ത് ഒത്തിരി പൂക്കളുണ്ടാക്കുന്നു, ഒത്തിരി മഴ ലഭിക്കുന്നു, സുഭിക്ഷമായിട്ട് അവളിങ്ങനെ അങ്ങോട്ട് ജീവിക്കുന്നു. അത് നീ ചിന്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുക. പ്രിയപ്പെട്ടവർ, ആ ഗുരു പറഞ്ഞു കൊടുത്ത ആ ഒരു സത്യം, യാഥാർത്ഥ്യങ്ങൾക്ക് മാറ്റമൊന്നുമില്ല, പക്ഷേ നമ്മൾ നോക്കിക്കാണുന്ന വിധമാണ് വ്യത്യാസം. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നന്മ പറയുന്നവരാകാം, നന്മ വളർത്തുന്നവരായി മാറാൻ പറ്റും. അതേ സമയത്ത് വേണമെങ്കിൽ നമുക്ക് തിന്മ അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മെ ഓർത്ത് കരയാനും മറ്റുള്ളവരെ വെച്ച് കരയാനും നമ്മളുടെ കരച്ചിൽ കൊണ്ട് മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുത്തുവാനും ഒക്കെ സാധിക്കും. ഇത് ഏത് സാഹചര്യമായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, നമ്മളായിരിക്കുന്ന എവിടെ ആയിക്കോട്ടെ, നമുക്ക് ഒരു 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 പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ, ഒരു വീക്ഷണമുണ്ടെങ്കിൽ, നമ്മെയും നമ്മുടെ സാഹചര്യത്തെയുമെല്ലാം മാറ്റിമറിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പഴഞ്ചൊല്ല് കേട്ട് വളർന്നവരൊക്കെയാണ് നമ്മൾ. നമ്മുടെയൊക്കെ ശൈലി അതാണ്. സാഹചര്യമൊക്കെ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ നടുക്കൂടി അങ്ങ് പോയിക്കൊള്ളുക. പക്ഷേ യേശു നമ്മളെ പഠിപ്പിച്ചത്, വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ നാടോടുമ്പോൾ നടുവേ ഓടുവാൻ വേണ്ടിയല്ല. സത്യത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നടക്കുക, സത്യത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ ഓടുക, നമ്മൾ ഓടുന്ന വഴിയിലൂടെ ലോകം ഓടുക. ഇതാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവനും ഒരു നെഗറ്റീവാണ്, എല്ലാവരും ഇങ്ങനെ തിന്മ മാത്രമേ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ, നമ്മളും അങ്ങനെയൊക്കെയാണെന്നങ്ങ് പറയാതെ, ലോകം മുഴുവൻ ഇരുട്ടായിക്കോട്ടെ, നമുക്കാവുന്ന വിധത്തിൽ ഒരു മെഴുകുതിരിയുടെ പ്രകാശമായി മാറുവാൻ സാധിച്ചാൽ അത്രയും അത് നമ്മളിൽ ലോകത്തിന് കൊടുക്കുന്ന വലിയ സംഭാവനയാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡിലാണ് മാറ്റം വരേണ്ടത്. സാഹചര്യങ്ങളൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല, പക്ഷെ സാഹചര്യങ്ങളെ ദൈവോന്മുഖമാക്കുവാനായിട്ടുള്ള അഭിഷേകം അത് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. തോമാസ് ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യം ഇതാണ്. ഏത് സാഹചര്യത്തിലും നന്മയുടെ വാഗ്ദാക്കളായി മാറുവാനായിട്ട് അഭിഷേകമുള്ള മനുഷ്യരാണ് നമ്മൾ. മറ്റൊരു കഥ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അതൊരു യജമാനന് വളരെ വിശ്വസ്തനായ ഒരു കഴുതയുണ്ടായിരുന്നു. ജീവിതം മുഴുവൻ യജമാനന് വേണ്ടി ഈ കഴുത ഇങ്ങനെ കഠിന ജോലി ചെയ്യുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് യജമാനൻ പുതിയ 1-2 കഴുതകളെയൊക്കെ വാങ്ങി. അത് നല്ല ശക്തിയുള്ള കഴുത, ഇതിനേക്കാളൊക്കെ ശക്തിയുള്ള കഴുത. അങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്രായം ചെന്ന കഴുതയോട് പതിയെ യജമാനന് ഒരു അകൽച്ചയൊക്കെ തോന്നുകയാണ്. അങ്ങനെ ഒരു രാത്രിയിൽ അയാളുടെ ഒരു പൊട്ടക്കിണറൊന്ന് മൂടാന്നൊക്കെ തീരുമാനിച്ചപ്പോൾ ഈ യജമാനന് തോന്നുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ പ്രായം ചെന്ന കഴുത ഇനി ഒരു ബാധ്യതയല്ല, അതിനെ ആ പൊട്ടക്കിണറിലേക്ക് അങ്ങ് ഇട്ടിട്ട് ഈ മണ്ണിട്ടങ്ങ് മൂടിയാൽ ആരും അറിയുകയുമില്ല, നേരം വെളുക്കുമ്പോൾ എല്ലാം ഓക്കെ ആയി മാറും. പതിയെ ഈ പ്രായം ചെന്ന കഴുതയെ ആ പൊട്ടക്കിണറിലേക്ക് തള്ളിയിട്ടിട്ട് ഇയാൾ രാത്രി മുഴുവനും ഇങ്ങനെ മണ്ണെടുത്ത് ആ കുഴി മൂടിക്കൊണ്ടിരിക്കുക. ഈ കഴുത പൊട്ടക്കിണറിൽ പെട്ടെന്നായപ്പോൾ താൻ ഇത്ര നാളും ശുശ്രൂഷിച്ച തൻ്റെ യജമാനൻ തന്നെ കൊല്ലാൻ പോവുകയാണെന്നൊക്കെ മനസ്സിലായപ്പോൾ പെട്ടെന്ന് തൻ്റെ മുതിയിലേക്ക് ഇങ്ങനെ മണ്ണുകൾ കൊട്ടയായിട്ട് വീഴുന്നത് കണ്ടപ്പോൾ കഴുതയ്ക്ക് തോന്നി, ഞാൻ ആവുന്ന വിധത്തിലൊക്കെ എൻ്റെ ജീവിതകാലത്ത് എൻ്റെ യജമാനനെ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്, ഇപ്പോൾ എനിക്ക് അത്രയ്ക്കൊന്നും പറ്റുന്നില്ല, പക്ഷേ എന്നെ വേണമെങ്കിൽ എൻ്റെ വഴിക്ക് വിട്ടുകൂടെ, എന്നെ കൊല്ലുവാനൊക്കെ ഒരു തീരുമാനമെടുക്കുവാൻ യജമാനൻ ആരാ അവകാശം കൊടുത്തിരിക്കുക. ഇത് കഴുതയ്ക്ക് ഒരു പുതിയ ഉൾപ്രേരണ ലഭിക്കുകയാണ്. ഓരോ കൊട്ട മണ്ണും
മുതുകത്ത് വീഴുമ്പോൾ ഈ കഴുത ചെയ്തത് പതിയെ ഒന്ന് ശരീരം ഒന്ന് കുടഞ്ഞിട്ട് ആ മണ്ണ് താഴെ വീണ മണ്ണിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. രാത്രി മുഴുവനും യജമാനൻ ഇങ്ങനെ മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഓരോ കൊട്ടം മണ്ണ് വീഴുമ്പോഴും ഈ കഴുത ചെയ്തിരുന്നത് കഴുത പതിയെ ആ മണ്ണൊന്ന് കുലുക്കി താഴെ ഇട്ടിട്ട് മണ്ണിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. നേരം വെളുത്തു, ഏതാണ്ട് കിണർ ഭാഗമായി ഈ യജമാനൻ പോയി കിടക്കുക. യജമാനൻ കിടന്ന് ക്ഷീണമൊക്കെ മാറ്റി എഴുന്നേറ്റ് വന്നപ്പോൾ വാതിലിൻ്റെ മുന്നിൽ ഒരു മുട്ടൽ കേൾക്ക്. താൻ തലേരാത്രിയിൽ ആ പൊട്ടക്കിണറിൽ തള്ളിയിട്ട് കൊന്നു എന്ന് അയാൾ വിചാരിച്ചിരുന്ന ആ കഴുത വാതിലിൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് അന്ന് യജമാനൻ ഉണരുക. കഥ പറയുന്നത് ഇങ്ങനെയാണ്, ഭയപ്പെട്ടു പോയ ആ യജമാനൻ അവിടെ പിടഞ്ഞു മരിച്ചു എന്നാണ് പറയുക. കേൾക്കുമ്പോൾ തമാശ തോന്നുന്ന ഒരു കഥയാണ്, പക്ഷേ ആ കഥ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. മറ്റുള്ളവരല്ല നമ്മളെക്കുറിച്ച് തീരുമാനമെടുക്കുക. നമ്മൾ തീരുമാനിച്ചാൽ മാത്രമേ ചില കാര്യങ്ങൾ നമ്മളിൽ സാധിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർ തീരുമാനിക്കുന്നത് പോലെ പോകുവാനോ അങ്ങനെ ജീവിക്കാനോ ഉള്ളവരല്ല നമ്മൾ. മറ്റുള്ളവർ അല്ലെങ്കിൽ ഭൂരിപക്ഷം പറയുന്നത് പോലെ ജീവിക്കാനുള്ളവരല്ല നമ്മൾ. ഇവിടെയാണ് തോമാസ് ലീഗ വീണ്ടും നമുക്ക് പ്രചോദനമാകുന്നത്. ഇതാണ്, മറ്റ് 11 പേരും യേശുവിനോട് പറയുകയാണ്, നീ എടുക്കുന്ന തീരുമാനം തെറ്റാണ്. കാരണം എല്ലാവരും നമ്മളെ കൊല്ലുവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴങ്ങോട്ട് പോകുന്നത് മണ്ടത്തരമാണ്, നീ തിരുത്ത്. പക്ഷെ യേശുവിൻ്റെ മനോഭാവം അവിടെ ചെല്ലണം. യേശു ഇഷ്ടപ്പെട്ട, താൻ പ്രിയപ്പെട്ടവനായി കണ്ട ലാസറിൻ്റെ മരണമാണ്, അതിൽ പോകണം, കൂടണമെന്നൊക്കെ ഉള്ള ഗുരുവിൻ്റെ മനോഭാവം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഈ തോമാസ് ലീഗായിൽ അഭിഷേകം ഉണരുകയാണ്. മരിക്കാനെങ്കിലും മരിക്കാൻ നമുക്കും പോകാം. ആ ഒരു തീരുമാനം ആ സമൂഹത്തെ തന്നെ ഉണർത്തിയെടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നമ്മുടെ ജീവിത സാഹചര്യത്തിലുമായിക്കോട്ടെ. ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവം, ആരും നമ്മുടെ കൂടെയില്ല, എല്ലാവരും നമ്മൾ ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. എന്നാ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുവാനുള്ളതല്ല നമ്മുടെ ജീവിതം പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ കർത്താവിൻ്റെ അഭിഷേകമുള്ളവരാണ്. തോമാസ് ലീഗായിൽ നിന്ന് പ്രചോദനം നേടിക്കൊണ്ട് ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനായിട്ടുള്ള കൃപ അത് നമുക്കെല്ലാവർക്കും ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കേട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് തോമാസ് ലീഗ ഇന്നത്തെ ഈ വചനഭാഗത്തിലൂടെ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അത് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമനുസരിച്ച് നീങ്ങേണ്ടവർ അല്ല നമ്മൾ. നമ്മുടെ മനസാക്ഷി നമ്മോട് പറയുന്ന ചില സത്യങ്ങൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ ഒരു വിളി അനുസരിച്ചുകൊണ്ട് സംസാരിക്കേണ്ട നിമിഷങ്ങൾ, ജീവിക്കേണ്ട സന്ദർഭങ്ങൾ അത് നഷ്ടപ്പെടുത്തരുത് എന്ന് തന്നെയാണ്. ഈ സമയത്ത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് സമർപ്പിക്കാം, നമ്മളായിരിക്കുന്ന അവസ്ഥയെ സമർപ്പിക്കാം, ഒറ്റപ്പെട്ടു എന്നൊക്കെ കരുതുന്ന നിമിഷങ്ങളെ സമർപ്പിക്കാം. നിരാശയുടെ പടുകുഴിയിലാണ് നമ്മളെങ്കിൽ ആ അവസ്ഥയെ കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിക്കുക. ഗുരുവിനോട് ഒത്തുനിൽക്കുവാനായിട്ട്, ഗുരു കാണിച്ചിരുന്ന വഴിയിലൂടെ നമ്മെ ഭരമേൽപ്പിച്ചവരെ നയിക്കുവാനായിട്ട് കൃപ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പരിശുദ്ധമായ നിമിഷത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. ഞങ്ങളിവിടെ കാണുകയുണ്ടായി, പത്രോസ് ഒരു ദുർബല നിമിഷത്തിലെടുത്തൊരു തീരുമാനം സമൂഹത്തെ മുഴുവനും തെറ്റിലേക്ക് നയിക്കുന്നതായിരുന്നുവെങ്കിൽ, തോമാസ് ലീഗ ഒരു അസ്വസ്ഥമായ സാഹചര്യത്തിൽ എടുത്തൊരു തീരുമാനം കൂടെയുള്ളവരെ മുഴുവനും പ്രചോദിപ്പിക്കുവാനും യേശുവിൻ്റെ കൂടെ നിൽക്കുവാനും ശക്തി പകരുന്നതായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ദൈവമേ അത് നന്മയുടേതായിരിക്കട്ടെ, അത് ദൈവത്തിൻ്റെ പദ്ധതിക്കുള്ളതായി മാറട്ടെ. അതിനുള്ള കൃപ തമ്പുരാനെ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. കർത്താവായ ഈശോ നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.